നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജിലേക്ക് KSU മാർച്ച് നടത്തി. ഈ മാർച്ചിൽ വലിയ രീതിയിലുള്ള സംഘർഷമുണ്ടായി. പ്രവർത്തകരിൽ പലരും ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചു. ഇതാണ് വലിയൊരു സംഘർഷത്തിലേക്ക് നയിച്ചത്. തുടർന്ന് പ്രവർത്തകർക്ക് നേരെ പോലീസ് 2 തവണ ജലപീരങ്കി അടക്കം ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ടായി. റാഗിംഗ് ആ ഒരു സംഭവം തന്നെയാണ് ഈ വലിയൊരു പ്രതിഷേധത്തിലേക്കും സംഘർഷത്തിലേക്കും കാര്യങ്ങൾ എത്തിയത്. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് അക്ഷരാർത്ഥത്തിൽ സകലരെ നടക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു. ഈ സംഭവത്തിൽ കോളേജിന് വീഴ്ച സംഭവിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു KSU മാർച്ച് നടത്തിയത്. ക്യാമ്പസിന്റെ 100 മീറ്റർ മുന്നിലായി തന്നെ ബാരിക്കേഡ് ഉപയോഗിച്ച് പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. പ്രവർത്തകരിൽ പലരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. വനിതാ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. റാഗിംഗ് സംഭവത്തിൽ കോളേജിന് വീഴ്ചയുണ്ടായി എന്ന ആ ഒരു നിലപാടിൽ KSU ഉറച്ചു നിൽക്കുകയാണ്. പ്രതികളിൽ പലരും വീണ്ടും പഠിക്കാനായി ഇവിടേക്ക് എത്തും എന്ന ഒരു ആശങ്കയും KSU പ്രവർത്തകർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത്ര ക്രൂരമായ പീഡനമായിട്ടും റാഗിംഗ് എങ്ങനെയാണ് അധികൃതർ അറിയാതെ പോയതെന്നും KSU പ്രവർത്തകർ ചോദിച്ചു. കോളേജ് അധികൃതരുടെ നടപടി തൃപ്തികരമല്ലെന്നും KSU വ്യക്തമാക്കി. റാഗിംഗ് സംഭവത്തിൽ പ്രതികളിൽ പലർക്കും ഇടതുപക്ഷവുമായി ബന്ധമുണ്ടെന്നും KSU ആരോപിക്കുന്ന സാഹചര്യമുണ്ടായി. SFIക്കെതിരെ മുദ്രാവാക്യങ്ങൾ മുഴക്കിയായിരുന്നു KSU പ്രതിഷേധം നടത്തിയത്. ABVP പ്രവർത്തകരും പ്രതിഷേധം നടത്തിയിരുന്നു. എന്തായാലും SFI കഴിഞ്ഞ ദിവസം ഈ ഒരു വിഷയത്തിൽ ഈ ഒരു പ്രതികൾക്ക് ഈ പാർട്ടിയുമായി അല്ലെങ്കിൽ SFIയുമായി ബന്ധമില്ല എന്നതടക്കമുള്ള ഒരു വിശദീകരണം നൽകിയിരുന്നു. ഇത് SFIക്ക് മേൽ ആരോപിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു വിശദീകരണത്തിനായി മറുപടിയായിരുന്നു PM ആർഷോ കഴിഞ്ഞ ദിവസം നടത്തിയത്. അതായത് ഈ പ്രതികൾക്ക് SFI പ്രവർത്തകരാണ് എന്നതടക്കമുള്ള ഭാരവാഹികൾ അടക്കമുള്ളവരുണ്ട് എന്ന ആരോപണങ്ങളെ ഒക്കെ SFI തള്ളുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും KSU നടത്തിയ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ കാണാം. ഉണ്ടാകുമ്പോൾ കൊള്ളരുതാത്ത പ്രവർത്തികൾ ഉണ്ടാകുമ്പോൾ അതിനെയെല്ലാം ആദ്യമേ അവർ തള്ളിപ്പറയും. അവരുടെ സംഘടനയിൽപ്പെട്ട ആളുകൾ എത്ര ക്രൂരമായ ഇത്രയും വൃത്തിക്കുന്ന രീതിയിൽ SFI എന്ന് പറയുന്ന സംഘടന മുന്നോട്ട് പോവുകയാണ്.